Hello everyone, welcome back to another video. Through dusty trails and emerald skies, wheels roll out, my spirit flies. From India's heat to island's rain, the road's my blood, it fuels my veins. Monsoon winds still whisper my name, but green hills call, it's all the same. ഡൊണേഗലിലാണെന്നുള്ളത്. ഡൊണേഗലിൽ ഒരു സീക്രട്ട് വാട്ടർഫോൾ ഉണ്ട്. ഞങ്ങൾ കുറേ ആയി ഇങ്ങനെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്, പക്ഷേ കുറച്ച് ഡേഞ്ചർ സ്ഥലമാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ട്, കുറച്ചൊരു 10-12 വണ്ടി ഇടാൻ പറ്റുന്ന അത്രേ ഉള്ളൂ പാർക്കിംഗ് സ്പോട്ട്. നമുക്ക് പോകേണ്ടത് താഴെയാണ്. കോഫി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഒരു ട്രെയിലറിൽ. അപ്പോൾ അവിടെ കുറച്ച് ലോക്കൽ ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് ചോദിച്ച് അവർ കറക്റ്റ് വഴിയൊക്കെ പറഞ്ഞു തരും. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഇവിടെ മഞ്ഞൊക്കെ വന്നിട്ട് കോട ഇറങ്ങി അവിടെ മലയൊക്കെ പോയിരിക്കുകയാണ്. മലയൊന്നും കാണാനില്ല. നല്ല അടിപൊളി 2-3 വീടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ കാണുന്ന ചെറിയ വഴി കൂടെയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. ഇത് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ തൊട്ടടുത്ത് 250 meters ടു പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡുണ്ട്. അപ്പോൾ അവൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ വഴി കൂടെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇവിടെ ദേ ഇങ്ങനെ ഒരു വാണിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓൾ പേഴ്സൺ എൻ്റർ അറ്റ് ഓൺ റിസ്ക്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു ഈ വഴി. എന്തായാലും അവർ ടിക്കറ്റും സംഭവങ്ങളൊന്നും വെച്ചിട്ടില്ല, അത് കാരണം നമുക്ക് ഫ്രീ ആയി പോവാം. അപ്പം ഞങ്ങൾക്ക് ഇത് സക്സസ് ആവുമോന്നൊന്നും അറിയില്ല. എന്തായാലും 4 പ്രാവശ്യം ഞങ്ങൾ ഡൊണഗലിൽ വന്നിട്ടുണ്ട്. അതെ, എല്ലാ പ്രാവശ്യം ഒന്നെങ്കിൽ ഞങ്ങൾ മിസ്സാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ടൈഡ് നോക്കിയപ്പോൾ ഹൈ ടൈഡായിരുന്നു. പോകുന്ന വഴി നമ്മളിങ്ങനെ ഒരു ക്ലിഫിൻ്റെ താഴെ ഇറങ്ങി കടലിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ നടന്നു പോകുന്നത്. അപ്പോൾ ഹൈ ടൈഡ് വന്നു കഴിഞ്ഞാൽ അവിടെ മൊത്തം വെള്ളമായിരിക്കും. അപ്പോൾ നമുക്ക് നടന്നു പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. പിന്നെ ഈ പോകുന്ന വഴിയൊക്കെ കുറച്ച് വഴുക്കലൊക്കെ ഉള്ള വഴിയാണ് ഞങ്ങൾ വായിച്ച സ്ഥലത്തൊക്കെ എഴുതിയിട്ടുള്ളത്. 2 ആൾക്കാർ അവിടെ നിന്ന് കയറി വരുന്നുണ്ടായിരുന്നേ. അവർ പോയിട്ടുണ്ട് ഈ വഴി. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ലോ ടൈഡ് ആയ കാരണം വെള്ളമൊക്കെ ഇറങ്ങിയേക്കുവാണ്, അപ്പോൾ പോകാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കാണാനുണ്ടായിരിക്കും കടലിലേക്ക് ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം ഇങ്ങനെ നീങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങ് അകലെ ദേ അവിടെ ഒരു നല്ല ബീച്ചുണ്ട് കേട്ടോ. പോണ വഴിയൊക്കെ അടിപൊളി. ഇതേ ഇവിടെ ചെമ്മരിയാടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ വഴിയാണ് കേട്ടോ പോകേണ്ടത് നമുക്ക്. ആരൻ ഐലൻഡിൽ ഞങ്ങൾ ഏകദേശം പോയത് ഇതേപോലത്തെ ഒരു വഴി. ഇപ്പം ആ ഡോഗിനെ പിടിച്ച് പോയവരുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് അവിടം വരെ എത്താൻ പറ്റിയില്ല. ഡോഗ് ഉള്ള കാരണം അവർ പോയില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഓടിയാണ് കേട്ടോ പോകുന്നത്. കാരണം എങ്ങാനും വെള്ളം കയറുന്നേക്കാൻ മുന്നേ തിരിച്ചെത്താൻ പറ്റിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഉള്ള ടൈം കളയാതിരിക്കാൻ ഞങ്ങൾ ഓടിയാണ് പോകുന്നത്. പിന്നെ ഇതേ നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ ഓൾറെഡി വെള്ളമാണ്. ഇതിലൊക്കെ ഹൈ ടൈഡ് ആയിക്കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് ഇറങ്ങാന്നുള്ള പറയുമ്പോൾ ഡേഞ്ചറാണേ. നീന്തി വരേണ്ടി വരും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ. നീ പെട്ടു. തെരയടിച്ചിട്ട് കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഓരോ കഷ്ണങ്ങളായി പോയേക്കണം. നോക്ക്, അടിപൊളി. വല്ല കമ്മശാലും ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ പെട്ടു. തിരിച്ചങ്ങോട്ട് പോകാൻ ഇവിടം വരെ ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. ഇവിടം വരെ വന്നപ്പോൾ കുറച്ചുകൂടിയും കടലടുത്ത് വന്ന പോലെ തോന്നുന്നു. കയറുവാണോ ഇറങ്ങുവാണോ എന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. കാരണം ഇല്ലടാ കയറുമല്ല. അങ്ങ് അറ്റത്തേക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ വന്ന ആ ലെവലിൽ തന്നെയാണ് കടൽ നിൽക്കുന്നത്. ചിലപ്പോൾ കുറച്ചുകൂടി താഴ്ന്ന സ്ഥലമായിരിക്കും. ഞാൻ കയറാം വേണമെങ്കിൽ. ഫസ്റ്റ് ഞാൻ പിടിച്ചു കയറ്റാം തന്നെ. Trails and emerald skies, wheels roll out, my spirit flies. From India's
heat to islands rain. The road's my blood, it fuels my veins. Monsoon winds still whisper my name, but green hills call. ഇതിനകത്താണോ? അവിടെ ഇതിനകത്താന്ന് തോന്നുന്നു. Dawn with every day. Throttle hums like a beating drum. Horizons where my freedom's from. Two wheels spin, the world's my guide. ഇങ്ങനത്തെ എന്താ സംഭവത്തിനകത്ത്? ഇതിനകത്തല്ല, ഇവിടെ ആയിരിക്കും ചിലപ്പോ. ആടാ ഇതിനകത്താടാ. എത്തിയടാ, എത്തി ഓടിവാ. ഇവിടെ മൊത്തം ഇങ്ങനെ കേവ് പോലെ ഇങ്ങനെ തേര അടിച്ചിട്ട് ആയതാന്ന് തോന്നുന്നേ. 2-3 സ്ഥലത്തുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. നീ പൊക്കോ, സൂക്ഷിച്ചു പോണേ. ഇവിടെ പായലുണ്ട്, സൂക്ഷിച്ചു പൊക്കോ. The world is mine. Adrenaline in every turn. എങ്ങനെയുണ്ട്? വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേൾക്കാനുണ്ട്. Mountains high and rivers. വാവ്, പൊളി. Punjab plains to Galway's coast. I find myself where I'm lost the most. The engine growls. ഇതിന്റെ മോളീന്നും വെള്ളം ചാടുന്നുണ്ട്. ഇതിന്റെ മോളീന്ന് No chains unbound. From every gear I shed my fears. അടിപൊളി. Head dries all my tears. Throttle hums like a beating drum. അതെ, റിസ്ക് എടുത്തതിനുള്ള വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ മൊത്തം താഴെ മൊത്തം ചെറിയ ചെറിയ കല്ലുകളാണ്. Control. Two wheels spin. The world's my guide. This is my truth. This is my ride. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂവും നല്ല ബ്യൂട്ടിഫുൾ ആണ്. അടിപൊളിയല്ലേ? ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് അയർലൻഡിൽ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ഇരുട്ടാ. Steel and soul, we're one, we're free. 1,000 roads sing back to me. From Ganges flow to Celtic streams, I live my life in waking dreams. The wind's my guru, sky's my shrine. Every curve a sacred line. Rider monk, I'll never അങ്ങനെ കറക്റ്റ് ഞങ്ങൾക്ക് മാത്രം കുറച്ച് സമയം അതിനകത്ത് കിട്ടിട്ടോ. ഇപ്പൊ കുറച്ച് ആൾക്കാർ വന്നു, ഒരു 5-8 പേര് വന്നിട്ടുണ്ട്. I'm in control. Two wheels spin, the world's my guide. This is my truth, this is my ride. Rider monk, the road's my soul. Freedom's fire, I'm in control. Twist the throttle, feel the beat. Life's a ride where dreams meet streets. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമായി. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. In every turn, feel the rush, let it burn. Through dust and rain, I'll ride again. Rider monk, my soul ascends. The open road, my end. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഒറ്റ മനുഷ്യരുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ആദ്യം ഇവിടെ എത്തിയേ. പക്ഷെ ഞങ്ങൾ എത്തി കഴിഞ്ഞപ്പോഴത്തേനും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയം നല്ലായിരുന്നു. ആൾക്കാർ വരുന്നുണ്ട്, ഇനി ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. റോക്കി വേസ് ചാടി പോണം. നമ്മൾ കയറിയത് വേറെ വഴി, വന്നത് വേറെ വഴിയാ. ഞങ്ങളിവിടെ വന്ന ആൾക്കാരുടെ ബ്ലോഗൊക്കെ എഴുതി ഇതൊക്കെ വായിച്ചു നോക്കിയപ്പോൾ ഷൂ ഒക്കെ എന്തായാലും നനയും, വെള്ളത്തിൽ കൂടെ ഒക്കെ ഇറങ്ങി നടന്നിട്ടൊക്കെ വേണം പോകാനൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് പാർട്ട് ഉണ്ടായിരുന്നില്ല അല്ലേ? ഇനി വല്ല സുനാമി വന്നാലേ നമുക്ക് അങ്ങനെ പണി കിട്ടുള്ളൂ. ഇല്ലാണ്ട് നമ്മൾ കയറിയത് അവിടെ ആൾക്കാർ പോകുന്നു അടുത്തുനിന്ന് തുടങ്ങിയത്. എന്തായാലും നമ്മളുടെ ഡിഫിക്കൽട്ട് പാർട്ടൊക്കെ കഴിഞ്ഞു. അത് അങ്ങകലെ ഒരു കപ്പൽ. ചെറിയൊരു ഐലൻഡ് പോലെ നിൽക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അവിടേക്ക് ഇതേ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. Mountains high and rivers bold. From Punjab plains to Galway's coast, I find myself where I'm lost the most. The engine growls a sacred sound, a nomad's heart, no chains unbound. Through every gear I shed my fears. The road ahead dries all my tears. Throttle hums like a beating drum. Horizons where my freedom's from. Two wheels spin, the world's my guide. This is my truth, this is my ride.
അങ്ങനെ ഞങ്ങൾ ഇവിടം വരെ എത്തി. ഞങ്ങൾ നടന്ന് വിയർത്തു കേട്ടോ, ജാക്കറ്റ് കിട്ടിയിട്ട്. അത്ര ചൂടുള്ള ദിവസമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും Twist the throttle, feel the beat.